BJP ഒരു കേഡർ പ്രസ്ഥാനമാണ്. അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഴുവൻ കേന്ദ്ര നേതൃത്വമാണ്. പക്ഷേ 2 ദിവസം മുൻപ് സന്ദീപ് വാര്യർ ഒരു വെല്ലുവിളി നടത്തി. അതിന് പിന്നാലെ തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. അദ്ദേഹം പറയുകയാണ്, ഞാൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്നാണ്. അങ്ങനെ സ്വയം പ്രഖ്യാപനം നടത്താൻ പറ്റുമോ? അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളല്ലേ? ഏത് തരത്തിലാണ്? ഇപ്പം സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരിടാൻ തയ്യാറാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഞാൻ മത്സരിക്കും, ഇന്നടത്ത് ഇന്നാര് മത്സരിക്കും എന്നല്ല. BJPക്ക് അതിനുള്ള ചങ്കൂറ്റമുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാൻ ചിലർക്ക്, സുരേഷ് ഗോപി സ്വയം പ്രഖ്യാപനം നടത്തിയല്ലോ, തൃശ്ശൂരിൽ ഞാൻ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വേറൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് കേന്ദ്രവുമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടലാണ്. സുരേഷ് ഗോപിക്ക് കേരള ഘടകവുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും പുലർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയോട് ഇവർക്കൊരു ഒരു 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 സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വരച്ചേർച്ച പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പലവട്ടം വന്ന് തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയപ്പോൾ പിന്നെ ഇവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെ നടത്തിയ യോഗത്തിലേക്ക് തന്നെയാണ് സുരേഷ് ഗോപിയെ ആനയിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായത് അല്ലേ? അപ്പോൾ ഈ സുരേന്ദ്രന് തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനായിട്ട് സാധിക്കില്ല. അത് പാർട്ടി വഴി അറിയിക്കണം തൃശ്ശൂരിൽ. പക്ഷേ സുരേന്ദ്രന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. സുരേന്ദ്രൻ ഒരേ സമയം രണ്ടിടത്ത് മത്സരിക്കുമോ എന്നും സംശയമുണ്ട്. കോന്നിയിലും തൃശ്ശൂരിലും മഞ്ചേശ്വരത്തും ഒരേ സമയം ഹെലികോപ്റ്ററിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ അങ്ങനെയായിരിക്കും, കോന്നിയിലും പിന്നെ തൃശ്ശൂരിലും മത്സരിക്കുമായിരിക്കും. ഇത് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ 10-25 സീറ്റുള്ള ഒരു പാർട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു സീറ്റ് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മഞ്ചേശ്വരം മാത്രം ശ്രദ്ധ പുലർത്തിയിരുന്നെങ്കിൽ വിജയിച്ചനെ. അതെ, വിജയിക്കണമെന്ന് ഒരിക്കലും ഇവിടുത്തെ BJP ഘടകത്തിന് മുൻകാലങ്ങളിൽ താല്പര്യമില്ലായിരുന്നു. തോക്കാൻ വേണ്ടി അങ്ങ് പോവുക. പണ്ട് കാലങ്ങളിൽ BJP വോട്ട് കച്ചവടം ചെയ്തു എന്നുള്ള പേരുദോഷം ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി. ഒരു വലിയ BJPയുടെ ഒരു വലിയ കടന്നുകയറ്റം ഉണ്ടാവുകയും ചെയ്തു. വിജയ പ്രതീക്ഷയിലേക്കും കടന്നു. പക്ഷേ ഇതൊക്കെ അമിത്ഷാ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പലവട്ടം ഒരു മാസത്തിനിടയ്ക്ക് തന്നെ വീണ്ടും അടുത്ത സന്ദർശനവും വരാൻ പോവുകയാണ്. 100 ദിന കർമ്മ പദ്ധതികൾ മുമ്പോട്ട് വയ്ക്കാനും പോവുകയാണ്. 100 ദിനം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തി, അതുവരെയുള്ള കർമ്മ പദ്ധതികൾ. അത് കഴിയുമ്പോൾ അടുത്തതിലേക്ക് കയറി കഴിഞ്ഞു. ആ തരത്തിലാണ് പോകുന്നത്. അപ്പം ഈ സന്ദീപ് വാര്യർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹമേ കഷ്ടപ്പാടില്ല, സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് അതെ, എതിരാളികളെ വിമർശിക്കുക, അത്രേ ഉള്ളൂ. കോൺഗ്രസില് സീറ്റ് കൊടുക്കുമെന്ന് എന്താ ഉറപ്പുമല്ലോ ഉണ്ട്. ഇനി കൊടുത്താലും ജയിക്കണമെന്നുമില്ല. കാരണം അത് കോൺഗ്രസിനകത്ത് പാലം വലിക്കുന്നവരുണ്ട്. ഇപ്പം BJP തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ഈ പത്മജയെ ചിലപ്പോൾ തൃശ്ശൂരിൽ നിർത്താനുള്ള സാഹചര്യമുണ്ട്. വട്ടിയൂർക്കാവിലാണെങ്കിൽ ഇവിടെ കെ മുരളീധരൻ മത്സരിക്കുകയാണെങ്കിൽ പത്മജയെ നിർത്തും. ഇല്ലെന്നുണ്ടെങ്കിൽ പത്മജയെ തൃശ്ശൂരിലേക്ക് വിടാനാണ് ആലോചിക്കുന്നത്. കാരണം പത്മജ 2021 അവിടെ നിയമസഭയിൽ മത്സരിച്ചു. അപ്പോൾ ഒരു 1000 വോട്ടിനെന്തോ മാത്രമാണ് പരാജയപ്പെട്ടത്. തൃശ്ശൂര് പിന്നെ പത്മജ അവിടെ തട്ടകമായിട്ട് നിൽക്കുകയായിരുന്നു, അവിടുത്തെ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. അല്ല, അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 1000 വോട്ടിനാണ് തോറ്റിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 10,000. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ അവർ അവിടെ മത്സരിച്ചാൽ സ്വാഭാവികമായി വിജയിക്കും. അതെ, കരുണാകരന്റെ മകളും പിന്നെ BJPക്ക് അവിടെയുള്ള കോൺഗ്രസ്സുകാരും അങ്ങോട്ട് വോട്ടിട്ട് കൊടുക്കും. കോൺഗ്രസ്സുകാരുടെ വോട്ടും കൂടി കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ സുരേന്ദ്രനിലെ ഒരു വിശ്വാസ്യത ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടില്ലേ? ശബരിമല പ്രക്ഷോഭവുമായി ബന്ധം അതൊന്നും തന്നെ പിന്നെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. യഥാർത്ഥ ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ്, ആ പാർലമെന്റ് മണ്ഡലത്തിലാണ് ശബരിമലയും വരുന്നത്. എന്നിട്ട് പോലും അത്രത്തോളം വിഷയമുണ്ടായി. അതിനുവേണ്ടി വലിയ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. കോൺഗ്രസ്സുകാരവിടെ വെറുതെ ഈ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടവരാണ്. അവര് വിജയിച്ച് ട്രോഫി വാങ്ങിച്ചു പോയെന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ ഇവിടെ പിന്നെ ഇവർക്ക് പണ്ടേ ഉള്ള സ്വഭാവം നമ്മൾ പറഞ്ഞല്ലോ, വിജയിക്കുക എന്ന് പറയുന്ന ഇല്ല. ഇവർക്ക് ഇതൊരു കച്ചവടം പോലെ ഇങ്ങനെ കൊണ്ടുപോകുക.
നിലമ്പൂരില് മത്സരിക്കണ്ട, എന്ത് കാര്യത്തിന് മത്സരിക്കണം എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ ഉടനെ ഇവരെല്ലാം കൂടിയാണല്ലോ കൊമ്പ് കോർത്തിറങ്ങിയത്. അവിടെ ഇത്ര വരെ വോട്ടേ പോവുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരു രാഷ്ട്രീയപരമായ ഒരു നേരിടൽ നടത്തി എന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ എന്താ സന്ദീപ് വാര്യർ പറയുന്നതെല്ലാം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. സന്ദീപ് വാര്യരെ ഇവർ അവഗണിച്ചേക്കുക. സന്ദീപ് വാര്യർക്ക് എനിക്ക് തോന്നുന്നു മുഴുവൻ അരിശവും സുരേന്ദ്രനോടാണെന്ന്. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണല്ലോ പിന്നെ സന്ദീപിനെ ഒതുക്കാൻ നോക്കി, അങ്ങനെയാണ് സന്ദീപ് കളഞ്ഞിട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നു. സന്ദീപ് വാര്യർ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടം വിട്ടതായിരുന്നു അല്ലേ, പാലക്കാട്. അപ്പൊ ഇതൊക്കെ കിട്ടാത്തതിന്റെ പേരിലാണ്. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ട് സന്ദീപ് വാര്യരെ പോലുള്ള ഒരാളെ അല്ലെങ്കിൽ പിടിച്ചു നിർത്തണമായിരുന്നു, അത് ചെയ്തില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ സന്ദീപ് വാര്യർ വന്ന് അവിടെ തൃശ്ശൂരിൽ മത്സരിച്ചാൽ ഏത് സ്ഥിതിയിലാകാന്? അവിടെ ഒന്നും കോൺഗ്രസ് ഒന്നും എന്തായാലും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. മൂന്നാം സ്ഥാനത്തിലേക്ക് പോകും. നമുക്കറിയാം പിന്നെ കെ മുരളീധരൻ എന്ന് പറയുന്ന വമ്പൻ അവിടെ വീണുപോയി, മൂന്നാം സ്ഥാനത്തേക്ക് പോയി. അപ്പോൾ പിന്നെ സന്ദീപ് വാര്യരുടെ കാര്യം നമുക്ക് പറയേണ്ടതുണ്ടോ? സന്ദീപ് വാര്യർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സീറ്റ് ഇവർ കൊടുക്കുമായിരിക്കും എവിടെയെങ്കിലും. അല്ല, സന്ദീപ് വാര്യർ ലക്ഷ്യമിടുന്നത് തൃശ്ശൂരൊന്നുമല്ല, മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക. അല്ലാതെ മണ്ഡലത്തിൽ മത്സരിച്ചാൽ ആദ്യം തന്നെ കാലുവാരുന്നത് കോൺഗ്രസ്സുകാരായിരിക്കും. ഇപ്പൊ എല്ലാവരും എന്തെന്നറിയാമോ, ലീഗിന്റെ മണ്ഡലങ്ങളിൽ പോയി മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം സേഫാണ്, അവര് പ്രവർത്തിക്കും, അവർ കാലുവാരത്തില്ല. കാരണം ഇവർക്കാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ആഗ്രഹം നിൽക്കുകയാണ്. കാരണം ഭരണത്തിൽ എങ്ങനെയും കയറണം. ലീഗ് കണ്ടില്ലേ, പലർക്കും ഈ കോൺഗ്രസിന്റെ സീറ്റ് വെച്ചുമാറാൻ തയ്യാറാകുന്നുണ്ട്. ഗുരുവായൂർ സീറ്റ് മുരളീധരന് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. കളമശ്ശേരി സീറ്റ് ലീഗാണ്, അത് കോൺഗ്രസിന് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. എന്നിട്ട് കൊച്ചിയിലെ സീറ്റ് ലീഗിന് കൊടുക്കുമെന്ന് പറയുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ LDFന്റെ CPMന്റെ സിറ്റിംഗ് MLA ആണ്, മാക്സിയാണ്. അവിടെ KM ഷാജിയെ കൊണ്ടുവന്ന് നിർത്താൻ പരിപാടി ഇടുന്നുണ്ട്. ലീഗിന് അല്പം സ്വാധീനവും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ലീഗ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആകുന്നതെന്ന് ചോദിച്ചാൽ, എങ്ങനെയായാലും ഭരണത്തിൽ വരണം. ലീഗ് ഓടി നടന്ന് ഘടകകക്ഷികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ്. അത് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അധികാരത്തിൽ വരാം. ഇവരെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരുപാട് ഘടകകക്ഷികൾ വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കണമല്ലോ, ഒറ്റയാൾ പട്ടാളങ്ങളാണേലും. അപ്പോൾ വരുമ്പോൾ ലീഗ് ചിലപ്പോൾ മന്ത്രിസ്ഥാനത്തിൽ പോലും അവരുടെ ചില 5 പേരെന്നുള്ളത് ചിലപ്പോൾ കുറയ്ക്കാനും തയ്യാറാകും. അങ്ങനെ വരുമ്പോൾ ഇവർ വേറെ വിലപേശലൊക്കെ നടത്തും. വിലപേശലല്ല, അവർ നേടും. വിലപേശേണ്ട കാര്യമൊന്നുമില്ല കോൺഗ്രസിന്റെ അടുക്കൽ. അതിൻ്റെ കാര്യം ഇപ്പൊ മലപ്പുറം ജില്ല തന്നെ വിഭജിച്ച് മറ്റൊരു ജില്ല കൊണ്ടുവരിക. അതുപോലെ ലീഗിന് നിരന്തരമായ ആവശ്യങ്ങളുണ്ട്. 10 വർഷത്തെ ആവശ്യങ്ങൾ ഇവിടെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ സന്ദീപ് വാര്യര് ഈ കോൺഗ്രസിൽ വന്നു കഴിഞ്ഞ ഉടൻ എങ്ങോട്ടേക്ക് പോയി, നമ്മുടെ പാണക്കാടേക്ക് പോയി എന്നുള്ളതാണ്. ലീഗ് ഇപ്പൊ തിരുവമ്പാടി മണ്ഡലം ജോസ് കെ മാണി ഇങ്ങോട്ട് വന്നാൽ കൊടുക്കാനും തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലീഗിന്റെ ഇടങ്ങളിൽ ഇപ്പൊ മലബാറിൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ജയിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ലീഗിന്റെ പിൻബലം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സുരേന്ദ്രൻ പൊരുത്തപ്പെട്ടു പോകുമെന്ന് തോന്നുന്നില്ല. അവസാനം സുരേന്ദ്രൻ ചിലപ്പോൾ പുറത്തേക്ക് പോകേണ്ട ഗതികേടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്.